എല്ലാവർക്കും ഹായ്, സ്വാഗതം ബിനീസ് വ്ലോഗ്സിലേക്ക്. ഇപ്പോൾ ഇതാ നാം കേബിൾ കാർ ഇറങ്ങി ഐഗർ ഗ്ലേഷ്യർ സ്റ്റേഷൻ്റെ പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇങ്ങനെയാണ് അകത്തേക്ക് ഈ കേബിൾ കാർ വരുന്നത്. കയറുമ്പോൾ ഒരു വലിയൊരു ആട്ടം പോലെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അത് സ്റ്റഡിയായിട്ട് വളരെ സ്ലോ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഇറങ്ങി, ഇതാണ് ഇറങ്ങി മുന്നോട്ട് പോകാനുള്ള സ്ഥലം. അങ്ങേ സൈഡിൽ ഇതെല്ലാം കണ്ട് തിരിച്ചു പോകാനുള്ളവരുടെയാണ്. അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് എസ്കലേറ്റർ ഉണ്ട്. എസ്കലേറ്റർ കയറി നിന്നാൽ മതി. നമ്മൾ എസ്കലേറ്ററിൽ നേരെ കാണുന്ന ആ ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ എസ്കലേറ്റർ കയറി ഇങ്ങോട്ട് വന്നത്. എസ്കലേറ്ററിൽ നിന്ന് ഇറങ്ങി നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോഴത്തേനും ഒരു ഹാളിലേക്കാണ് എത്തുന്നത്. ഇവിടെ കോഫി ഷോപ്പുണ്ട്. അവിടുത്തെ ഡീറ്റെയിൽസൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇടതുവശത്തേക്കാണ് സ്കീയിങ്ങിന് പോകുന്നവരൊക്കെ പോകുന്നത്. അവരുടെ സ്റ്റിക്കുകളും എല്ലാമായിട്ട് അവർ അങ്ങോട്ട് പോവുകയാണ്. നേരെ നമ്മൾ മുന്നോട്ട് വന്നാൽ നമുക്കിങ്ങനെ മഞ്ഞ് വീണ് ഈ കെട്ടിടത്തിൻ്റെയൊക്കെ മുകളിൽ എന്ത് കനത്തിലാണ് മഞ്ഞ് വീണ് കിടക്കുന്നതെന്ന് നോക്കാം. ഇത് പർവ്വതത്തിൻ്റെ അങ്ങ് ഗ്രീസ് ശൃംഖല ഐഗർ പർവ്വതത്തിൻ്റെ മുകൾ ഭാഗമാണ്. ഇതാ കെട്ടിടം മുന്നിലേക്ക് തള്ളിപ്പണിതിട്ടുണ്ട്. ഇതാണ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ. ലെഫ്റ്റിൽ കാണുന്ന ട്രാക്ക് വഴിയാണ് നമ്മുടെ അവിടെ അകത്തുകയാണ് ട്രെയിൻ പാർക്ക് ചെയ്യുന്നത്. അവിടെ നിന്നാണ് നമ്മൾ കയറി അടുത്ത ഈ യുങ്ഫ്രോ എന്നുള്ള കൊടുമുടിയുടെ മുകളിലേക്ക് പോകുന്നത്. വലതുവശത്തുള്ളത് താഴെ നിന്ന് കയറി വരുന്ന പാതയാണ്. ഇവിടെ താഴെയൊക്കെ ഈ ഇതുണ്ട്, നമ്മുടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതാണ് താഴേന്ന് കയറി വരുന്ന പാത. മലയുടെ മുകളെല്ലാം ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുവാണ് ഇവിടെ എല്ലാം. ആ കെട്ടിടത്തിൻ്റെ എല്ലാം മുകളിൽ നല്ല കനത്തിൽ മഞ്ഞ് വീണ് കിടപ്പുണ്ട്. നോക്കൂ, അവിടെ ആ ഒരു ഗർത്തം പോലെ താഴോട്ടുണ്ട്. പക്ഷെ അതിൻ്റെ സൈഡിലൊക്കെ മുകളിലൊക്കെ നിറയേയും കെട്ടിടങ്ങളുണ്ട്. നമുക്ക് മഞ്ഞ് വീണ് കിടക്കുന്നതുകൊണ്ട് അധികം കാണാൻ പറ്റാത്തതാണ്. അതെല്ലാം ഹോട്ടലുകളാണെന്ന് തോന്നുന്നു. ഇവിടെ വെളിയിലിറങ്ങി മഞ്ഞിനകത്ത് ആൾക്കാർ കളിക്കുന്നുണ്ട്. ഇതാണ് മലയുടെ മുകൾ ഭാഗം. റെയിൽവേ ട്രാക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഒരു വശത്ത് മഞ്ഞ് മൂടിയ മലനിരകൾ, മറ്റൊരു വശത്ത് ആഴം കൂടിയ താഴ്വരകൾ. ഇവിടുത്തെ നിശബ്ദതയും ശാന്തതയും എല്ലാം ചേർന്നാൽ മനസ്സ് ഒന്ന് നിശ്ചലമാകും. നമ്മളിപ്പോൾ അവിടെ ഏറ്റവും കാണുന്ന ആ മുകളിലത്തെ ഇതെല്ലാം കൂടെ ഒന്ന് ചേരുന്ന പല സ്ഥലത്തു നിന്ന് വന്ന് ചേരുന്ന ആ ജംഗ്ഷൻ്റെ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമ്മളിനി യുങ്ഫ്രോ പർവ്വതത്തിലേക്ക് ട്രെയിനിലാണ് യാത്ര ചെയ്യേണ്ടത്. ഇതാ മുന്നിലോട്ട് കാണുന്ന ഭാഗം കേബിൾ കാർ വരികയും പോവുകയും ചെയ്യുന്ന ട്രാക്കുകൾ. മേഘങ്ങളിടയ്ക്ക് താഴെ ഇറങ്ങി മലമുകളെ തൊടുന്നത് കാണുമ്പോൾ അതൊരു സിനിമാ സീൻ പോലെ തന്നെ തോന്നും. ഇപ്പം നാം സ്റ്റേഷന് പുറത്തേക്ക് അല്പം നടന്നു നോക്കാം. പാതയിലൂടെ ഇരുവശത്തും മഞ്ഞ് കിടക്കുന്ന, ഇരുവശത്തുള്ള പാതയിലുടനീളം മഞ്ഞ് കിടക്കുകയാണ്. അതിലെല്ലാം ആൾക്കാർ ചവിട്ടി ആ മഞ്ഞെല്ലാം നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. കാറ്റൽമ ശക്തമാണ്. പക്ഷേ ഈ കാഴ്ചകൾ കാണുമ്പോൾ ആ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുക പോലും ഇല്ല. ഇവിടെ നിൽക്കുമ്പോൾ സ്വിസ് ആൽപ്സിൻ്റെ മഹത്വം പൂർണ്ണമായി മനസ്സിലാവും. ചെറിയ മനുഷ്യൻ, വലിയ മലനിരകൾ, പ്രകൃതിയുടെ മുന്നിൽ നാം എത്രയോ ചെറിയവരോ എന്ന ഓർമ്മ
നമ്മൾക്ക് ഉണർത്താൻ പറ്റുന്ന ആ ഒരു കാഴ്ചയാണ്. മുന്നോട്ട് നോക്കൂ. മഞ്ഞ് പതിഞ്ഞ പാറമുകളിൽ സൂര്യപ്രകാശം വീണ് മിന്നുന്ന കാഴ്ച. നമ്മൾ ഈ മഞ്ഞിൽ വരുമ്പോഴത്തേനും ഭയങ്കര സൂര്യപ്രകാശമാണ്. നമ്മൾ അപ്പോൾ ഈ ഗ്ലാസ്സസ് ധരിക്കുന്ന കൂളിംഗ് ഗ്ലാസ്സസ് ധരിക്കുന്നത് നല്ലതാണ്. ഭയങ്കര വെട്ടമാണ് ഈ മഞ്ഞിലേക്ക് സൂര്യപ്രകാശം അടിക്കുമ്പോൾ. മഞ്ഞ് പതിഞ്ഞ പാറമുകളിൽ സൂര്യപ്രകാശം വീണ് മിന്നുന്ന കാഴ്ച. ക്യാമറയിൽ എത്ര പകർത്തിയാലും തൃപ്തിയാകാത്തത് തന്നെയാണ്. നിരവധി യാത്രക്കാർ ഇവിടെ നിൽക്കുകയാണ്. ഫോട്ടോകൾ എടുക്കാനും റീൽ ചെയ്യാനും ഇത് ഒരിക്കൽ വന്നാൽ വീണ്ടും വരണമെന്ന് തോന്നുന്ന സ്ഥലമാണ്. ഈ സൈഡിലെ കാഴ്ചകൾ കാണുന്നു, ഫോട്ടോ എടുക്കുന്നു, അങ്ങനെ എല്ലാവരും തിരക്കിലാണ്. നമ്മൾ ഈ ചവിട്ടി നടക്കുന്നത് സൂക്ഷിച്ച് വേണം. തെന്നിപ്പോയി കഴിഞ്ഞാൽ വീണാൽ എല്ലൊക്കെ പൊട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അവിടുത്തെ ഈ ഐസെല്ലാം ആൾക്കാർ നടന്നെല്ലാം ഉറഞ്ഞു കിടക്കുവാണ്. ഈ മഞ്ഞ് ഇങ്ങനെ വീണ് അവിടെ മുഴുവൻ മഞ്ഞറിഞ്ഞു കിടക്കുന്നു. ഐഗർ, മോഞ്ച്, യുങ്ഫ്രോ എന്നിങ്ങനെ ലോകപ്രശസ്തമായ മലനിരകൾക്ക് അടുത്തുള്ള പ്രദേശം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഇത് പലർക്കും അവരുടെ ഡ്രീം ഡെസ്റ്റിനേഷനാണ്. കല്ല് പൊട്ടിച്ച് നിർത്തിയിരിക്കുന്ന പോലും തോന്നും. അതിൻ്റെ ആ മൂലക്ഷ ഇതെല്ലാം കണ്ടാൽ, കോർണേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതുവഴിയാണ് നമ്മൾ ആ കാണുന്ന പ്രവേശന കവാടം വഴിയാണ് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി ഈ ഭാഗത്തേക്ക് നടക്കുന്നത്. ഇതാണ് നമ്മുടെ ഐഗർ പർവ്വതത്തിൻ്റെ മുകൾ ഭാഗം. ആ കെട്ടിടങ്ങൾക്കെല്ലാം മുകളിൽ മഞ്ഞ് വീണ് കിടപ്പുണ്ട്. ഇവിടെ നിന്ന് മടങ്ങുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ഈ കാഴ്ചകൾ പതിഞ്ഞു പോകും. അതൊരു ജീവിതകാല ഓർമ്മയായി തന്നെ. നിങ്ങളിപ്പോൾ കാണുന്നത് ബെനീസ് വ്ലോഗ്സ് അവതരിപ്പിക്കുന്ന ഐഗർ ഗ്ലേഷ്യർ സ്റ്റേഷൻ ഔട്ട്സൈഡ് വ്യൂസാണ്. സ്വിറ്റ്സർലൻഡിൻ്റെ ഈ സൗന്ദര്യം നിങ്ങൾക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേവരെ നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ യാത്രാ വീഡിയോകൾ നിങ്ങൾക്കെത്തിക്കാൻ ബെല്ലൈക്കണിൽ അമർത്തിക്കോളൂ. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങുവാണ്. ആൾക്കാർ സെൽഫി എടുക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ട് വന്നവർ, കൂട്ടത്തിലുള്ളവർ ഫോട്ടോ എടുക്കുന്നു. അവരിങ്ങനെ സൈഡിൽ നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു. നമ്മൾ പണ്ട് ഈ സോവിയറ്റ് യൂണിയനിൽ, സോവിയറ്റ് നാട്ടിലൊക്കെ കണ്ട അതേപോലെയുള്ള തൊപ്പിയും ഒക്കെ ധരിച്ച ആൾക്കാരെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ എല്ലാം ഇങ്ങനെ ഐസ് വീണ് ഭയങ്കര തണുപ്പായിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഈ മലനിരകളിൽ കയറുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്സും എല്ലാം ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് അടിക്കും. നമ്മൾ നെക്ക് പ്രൊട്ടക്ഷനുള്ള ഈ ക്ലോത്തിങ്ങും അതുകൂടാതെ മഫ്ലറും രണ്ട് കയ്യിൽ ഉറയും എല്ലാമായിട്ടാണ് ഇന്നർ ക്ലോത്തും നമ്മൾ പിന്നെ കോട്ടും
എല്ലാം ധരിച്ചാണ് നമ്മൾ ഈ മല കയറുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഷൂസും നല്ല ഗ്രിപ്പുള്ള ഷൂസുമാണ്. വൂളൻ ഇന്നേഴ്സ് ഉണ്ട്. ആ മുൻവശം വഴി നമുക്ക് താഴോട്ട് ഈ സ്കേറ്റിംഗുകാർ പോകുന്ന കാണാം. സ്കേറ്റിംഗുകാരുടെ ഒരു പർദീസയാണ് ഇവിടം. പർവ്വത നിരകളുടെ മുകൾ ഭാഗമാണ് നമ്മളിവിടുന്ന് കാണുന്നത്. ആൽപ്സ് പർവ്വതമാണ്. ഇവിടെ മുകളിൽ നിന്നാണ് താഴോട്ട് സ്കീയിങ്ങുകാർ പോകുന്നത്. വേറെ ആൾ ഇപ്പം താഴോട്ട് പോവാണ്. യൂറോപ്യൻസിൻ്റെ ഏറ്റവും ഒരു വലിയ വിനോദമാണ് സ്കീയിങ്. ഈ കൊടും തണുപ്പിൽ ശരീരം ഒന്ന് വിയർക്കാനൊക്കെ ആയിട്ട് നല്ല പരിപാടിയാണ്. ഇതാണ് ഇന്നലെ ഇതേപോലെ കണ്ടീഷനിലാണ് മുഴുവൻ ഈ മഞ്ഞ് ഉറഞ്ഞു നിൽക്കുകയാണ്. നമുക്ക് വൂളൻ ഈ നെക്ക് പ്രൊട്ടക്ടർ വേണം. അതുപോലെ തന്നെ നമ്മൾ തൊപ്പി വേണം. ഇതെല്ലാം കൂടെ ധരിച്ചാലേ ഉള്ളൂ ഈ തണുപ്പിൽ നമുക്ക് രക്ഷ നേടാൻ പറ്റുള്ളൂ. പ്രായഭേദമന്യേ ആൾക്കാർ സ്കീയിങ് നടത്തുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്നതാണ് ഈ കാണുന്നത്. ഇതാണ് അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗം. ഈ ഐഗർ ഗ്ലേഷ്യറിൻ്റെ ഏറ്റവും മുകൾ ഭാഗമാണ്. ഐഗർ മലനിരകളുടെ മുകൾ ഭാഗമാണ്.
ഇവിടെ നടുക്കെല്ലാം ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ കൂടിക്കിടക്കുവാണ്. തിരിച്ച് നമ്മൾ ആ കെട്ടിടത്തിനകത്തേക്ക് വന്നു. അവിടുന്ന് ജനാല വഴിയുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മളിനി ഇവിടുന്ന് യുംഫ്രോ എന്നുള്ള ഡെസ്റ്റിനേഷനിലേക്ക്, യുംഫ്രോയാണ് ഈ പർവ്വതത്തിൻ്റെ ഏറ്റവും പൊക്കം കൂടിയ സ്ഥലം. ആൽപ്സിൻ്റെ ഏറ്റവും നമുക്ക് ഈ ട്രെയിനും അതുപോലെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സാധാരണ ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന പ്രദേശമായ യുംഫ്രോ പർവ്വതത്തിൻ്റെ മുകളിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ ജനാലുകളിലൂടെയൊക്കെ നമുക്ക് നോക്കിയാൽ അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ എല്ലാം ഇങ്ങനെ മഞ്ഞ് വീണ് നല്ല ഒരു എന്താ പറയുന്നത്, പല ഷേപ്പിലൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ്. ഇവിടുന്ന് യുംഫ്രോയിലേക്ക് പോകുന്നത് ഈ അണ്ടർഗ്രൗണ്ട്, ഈ തുറന്നുള്ള അണ്ടർഗ്രൗണ്ട് പാത വഴിയുള്ള ട്രെയിനിൽ കൂടിയാണ്. നമ്മളിനി ട്രെയിനിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ എല്ലാം പാറ തുറന്ന് ആ തുരങ്കത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഒരു ട്രെയിൻ അവിടെ കിടപ്പുണ്ട് ഓൾറെഡി. രണ്ടോ മൂന്നോ ബോഗിയെ കാണത്തുള്ളൂ. ആണ് ട്രെയിനിൻ്റെ ഉൾവശം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.